നമ്മളുള്ള മക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം എക്സാം കേരള പാഠാവലി ക്ലാസ് 6 ക്ലാസ്സിന്റെ ചോദ്യപേപ്പറും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? പഴയ കാർഷിക വ്യവസ്ഥയിൽ വെച്ചു വിളമ്പാനായി അടുക്കളയിലെത്തിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്കറികളും മറ്റു ഭക്ഷ്യവിഭവങ്ങളുമായിരുന്നു. കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് മണ്ണ് നശിപ്പിക്കുന്നതിന് മുമ്പുള്ള പരമ്പരാഗത കൃഷിരീതിയിൽ രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങളാണ് വിളയിച്ചിരുന്നത്. ഭക്ഷണ സാധനങ്ങൾ മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിനകത്താണ്. നമ്മുടെ നാടൻ വിഭവങ്ങൾ വെച്ചു വിളമ്പിയിരുന്ന അവസ്ഥയല്ല ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നവ വെച്ചു വിളമ്പുന്ന അടുക്കളയിലേത്. ദരിദ്ര കുടുംബങ്ങൾ ഇല്ലായ്മ കൊണ്ടാണെങ്കിലും താളും തകരയും ചേമ്പും കാച്ചിലും ചക്കയും മാങ്ങയും തവിടും ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ ചേർത്തിരുന്നു. യഥാർത്ഥത്തിൽ അടുക്കള ശുദ്ധം എന്ന് വിളിക്കേണ്ടത് മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായ ഭക്ഷണം വെച്ചു വിളമ്പുവാൻ സാധിക്കുന്ന അവസ്ഥയാണ്. ചോദ്യം എന്താണ്? ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് എ പരമ്പരാഗത കൃഷി രീതിയിൽ, ബി നാടൻ വിഭവങ്ങളിൽ, രുചിയുള്ള ഭക്ഷണ വിഭവങ്ങളിൽ, കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെ മായം കലർത്തുന്നത്. അടുക്കള ശുദ്ധം എന്ന് പറയുന്നത് എന്തിനാണ്? മായം കലർത്തിയ ഭക്ഷണ വിഭവങ്ങളെ, പരമ്പരാഗത കൃഷി രീതിയെ, മായം കലരാത്ത വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിനെ അതിനാണ് നമ്മൾ എന്താ പറയുക? അടുക്കള ശുദ്ധം എന്ന് പറയുക. ഇനി സി, പണ്ട് കാലത്ത് അടുക്കളയിൽ എത്തിയിരുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? പരമ്പരാഗത കൃഷിരീതിയിൽ വിളയിച്ച രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങൾ, മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്കറികളും. ഇതില് ഒന്ന് മാത്രം ശരിയാണോ? അതാണ് ഉത്തരം. ഒന്ന് ശരിയാണ്, രണ്ടും ശരിയാണ് അല്ലെ. ഒന്ന് തെറ്റ്, രണ്ട് ശരിയല്ല. ഒന്ന് ശരി, രണ്ട് തെറ്റല്ല. ഒന്നും ശരി, രണ്ടും ശരിയാണ്. ഇതാണ് എന്റെ ഉത്തരം വരിക അല്ലെ. ഇനി ഗദ്യഭാഗത്തിലെ 4 പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവയുടെ ഗദ്യഭാഗത്തിലെ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു. ഇന്നത്തെ അടുക്കളകളിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവയാണ് പാചകം ചെയ്യുന്നത്. മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമാണ്. പഴയ അടുക്കളയിൽ വിളമ്പിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും കായ്കറികളുമായിരുന്നു. ഇതേത് ഓർഡറാ ശരി? ഇതിലിതാണ് ശരി വരിക. ഡി ആദ്യം വരും, പിന്നെ എ, പിന്നെ സി, പിന്നെ ബി. ഇടാം. ആദ്യം ഡി, പഴയ അടുക്കളയിൽ വിളമ്പിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും കറികളുമായിരുന്നു. കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു. അടുത്ത ചോദ്യം എന്താണ്? മുളങ്കൂമ്പും കുറുപ്പെഴുതാൻ. മുളങ്കൂമ്പും നെവേഞ്ചിയും തന്നെ തന്ന രുചിയെക്കുറിച്ചും കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാർ കഴിക്കുന്ന ഭക്ഷണ രീതിയെക്കുറിച്ചും സുകുമാർ ചാലിഗദ്ദ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണ രീതി അവരുടേതുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അതില് സുകുമാരൻ ചാലിഗദ്ദ തന്റെ ലേഖനത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. പിന്നെ അവരുടെ ഭക്ഷണ രീതി നമ്മുടേതുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയാല് അതിന്റെ ഉത്തരമായി. ഓക്കെ. ബി എന്താണ്? കുപ്പായം വിയർപ്പിലൊട്ടി നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളുങ്കുമണി പോലെ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന പിച്ചായി താത്ത ഏത് സന്ദർഭത്തിലാണ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്? എപ്പോഴാണ്? ചട്ടിപ്പത്തിരിക്ക് പാലെത്താൻ വൈകിയപ്പോൾ, നെയ്യിലിട്ട് പൊരിച്ച ക്രിസ്മസ് കരിഞ്ഞുപോയെന്ന് കരുതിയപ്പോൾ, ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ, കുട്ടികൾ ബഹളം വെച്ച് അടുക്കളയിൽ കയറിയിറങ്ങുമ്പോൾ. സി ആണ് അല്ലെ. ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ. താഴെ കൊടുത്തിട്ടുള്ള സുവാർത്ത എന്ന വാക്ക് ഉചിതമായി പ്രയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? തന്റെ പ്രിയപ്പെട്ട വളർത്തുനായെ 2 ദിവസമായി കാണാനില്ലെന്ന സുവാർത്ത അവൻ കൂട്ടുകാരനോട് പങ്കുവച്ചു. വളർത്തുനായെ കാണാനില്ല എന്നുള്ളത് സുവാർത്തയാണോ? അല്ല അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. കലോത്സവത്തിൽ സ്കൂളിൽ 1ാം സ്ഥാനം കിട്ടിയ വാർത്ത സുവാർത്ത ഞങ്ങൾ ആഘോഷിച്ചു അല്ലെ. 1ാം സ്ഥാനം കിട്ടിയത് നല്ല വാർത്തയാണ്. അപ്പം എ ശരി, ബി തെറ്റ് അല്ലെ. ബി ആണ് ഉത്തരം. ഈ ചുവടെ കൊടുത്തതില് വാഗ്മയ ചിത്രം. പലഹാരങ്ങളുടെ താജ് പണിത് ഇച്ചായി താത്തയെ പരിചയപ്പെടുത്തി കൂട്ടുകാർക്ക് കത്തെഴുതിയല്ലോ. ഇച്ചായി താത്തയുടെ വാഗ്മയ ചിത്രം. നിങ്ങളുടെ പാഠത്തിൽ അവരുടെ ആ സ്വഭാവ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുകയാണ് വേണ്ടത്. 3B, എത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യാറുള്ളത്? അല്പം പാചകമൊക്കെ നിങ്ങൾക്കും അറിയില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം തയ്യാറാക്കുന്നതിന്റെ വിവരണം തയ്യാറാക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാചകം അല്ലെങ്കിൽ ഒരു
കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുന്നതിന്റെ വിവരണം തയ്യാറാക്കുകയാണ് വേണ്ടത്. 4 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് എഴുതുക. മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലവൻ മാത്രമായി. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്ന കുട്ടിയോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത്? അങ്ങനെ ഒരു കുട്ടി നിങ്ങളെ സമീപിച്ച് സഹായം ആവശ്യപ്പെട്ടാലോ? സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അല്ലെ? അവന് ആരാരും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. അവനെ ആരും ഗാന്ധിജി ആശ്രമത്തില് അവനെ നിനക്ക് എല്ലാവരും ഉണ്ട്, ഇവിടെയുള്ള ആളുകൾ മൊത്തം നിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അവർ ചേർക്കുന്നുണ്ട് അല്ലെ? ആ സന്ദർഭം വിശകലനം ചെയ്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. പിന്നെ പ്രതികരണക്കുറിപ്പ്. വയലുകൾ നികന്നെങ്ങും നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മടിമേടമുയർന്നു വായി കൊയക്കട്ട. വയലുകൾ നികത്തി പകരം മണിമേടകൾ ഉയരുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിങ്ങളുടെ പ്രതികരണം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അതായത് പരിസ്ഥിതിയില് പാടങ്ങൾ വെട്ടി നികത്തി, അവിടെ മണ്ണിട്ട് നികത്തി അവിടെ വലിയ വലിയ വീടുകൾ കെട്ടിപ്പൊക്കുമ്പോൾ പരിസ്ഥിതിക്ക് അത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ആസ്വാദനക്കുറിപ്പ്. നക്ഷത്ര തിളക്കം. മാമു ഉണ്ടു മതിയായപ്പോൾ ദിയമോൾ ഒരൊറ്റ കൈ കുടച്ചിൽ. കയ്യിലും പാത്രത്തിലും ഉണ്ടായിരുന്ന മറ്റെല്ലാം ചിന്നിത്തെറിച്ചു. അമ്മയ്ക്ക് അതുകൊണ്ട് ദേഷ്യം വന്നു. എന്താ അമ്മയുടെ ദിയക്കുട്ടിയെ കാട്ടിയത്? മാമു ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കോ? ഇവിടെയൊക്കെ വൃത്തികേടായില്ലേ? ദിയമോൾ പരാതി ശ്രദ്ധിച്ചതേയില്ല. കറുത്ത സിമന്റിട്ട നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ചോറിന്റെ വറ്റുകളാണ് അവൾ നോക്കി നിന്നത്. അമ്മ നല്ല ബണ്ടിങ് ല്ലേ? കറുത്ത ആകാശത്തിലെ നക്ഷത്രം പോലെ അവൾ വിടർന്ന് ചിരിച്ചു. കണ്ണുകൾ നക്ഷത്ര തിളക്കത്തോടെ. അല്ലെ? എം ഗീതാഞ്ജലി. അപ്പൊ അദ്ദേഹത്തെ ഈ എം ഗീതാഞ്ജലി എഴുതിയ നക്ഷത്ര തിളക്കം എന്ന കവിതയുടെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതില് ആ സന്ദർഭങ്ങൾ മൊത്തം എഴുതുക. അതിലെ ഭാഷാപരമായ പ്രത്യേകതകൾ അല്ലെ, കുട്ടികൾ പറയുന്ന അതിന്റെ ഭാഷാ ഭംഗി, മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് ആസ്വാദനക്കുറിപ്പുണ്ടാക്കാം കേട്ടോ. കഥാരചന. ഇനി ആവർത്തിക്കരുത്. മാഷ് ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കി. എന്നും താമസിച്ചേ നീ വരൂ. അവനൊന്നും മിണ്ടിയില്ല. മുഖം കുനിച്ചു നിന്നു. കവിളിൽ ഉരുണ്ട് മുഴുത്തുള്ളികൾ അവന്റെ പാദത്തിൽ വീണുടഞ്ഞു. എന്താണ് നന്നു വൈകാൻ കാരണം എന്താണ്? എനിക്കറിയാലോ. ആ സംഭവം നിങ്ങൾ ഒരു കുറിപ്പായിട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ആൻസർ കീ. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.